മലയാള സിനിമയിൽ ഒരുപാട് നായക നടന്മാരുണ്ട്. അതിൽ ഒരു നായക നടൻ തന്നോട് മോശമായി പെരുമാറിയെന്ന് വിൻസി അലോഷ്യസ് പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ നായിക കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അതായത് കുറച്ച് നടന്മാർക്കൊപ്പം മാത്രമേ ഇവർ അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ ഒരു നായക നടൻ തന്നോട് മോശമായി പെരുമാറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ നായക നടൻ ആരായിരിക്കും എന്നറിയാൻ പല ആളുകൾക്കും ആകാംക്ഷയുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പല നടിമാരും ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. തനിക്ക് മോശമായ അനുഭവം ഉണ്ടായി, ഇതുപോലൊരു സെറ്റിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, പക്ഷെ ആ സെറ്റ് ഏതാണെന്നോ ആ നടൻ ആരാണെന്നോ തനിക്ക് മോശമായ അനുഭവം ഉണ്ടാവാൻ കാരണം എന്താണെന്നോ ഒന്നും തന്നെ വ്യക്തമായി പറയില്ല. പക്ഷെ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്ന രീതിയിൽ പല നായിക നടന്മാരും വെളിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഒപ്പമുള്ള നായക നടന്മാരൊക്കെയും തന്നെ പ്രതിക്കൂട്ടിലാക്കപ്പെടുകയാണ് ഈ ഒരു കാര്യങ്ങളിലൂടെ പലപ്പോഴും സംഭവിക്കുന്നത്. അതിനുമപ്പുറം ഇതുപോലുള്ള നായിക നടന്മാർ പലപ്പോഴും ഇതുപോലെ തുറന്ന് പറയുമ്പോൾ അതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു തരത്തിലും അറിവുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇവർ പറയുന്നു, നമ്മൾ വിശ്വസിക്കണം എന്ന് മാത്രം. ഇതിനെക്കുറിച്ച് മറ്റാരുമോ പ്രതികരിക്കുകയോ മറ്റോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതായത് ഈ നായിക നടിയോടൊപ്പം ആരൊക്കെ അഭിനയിച്ചു അവരൊക്കെ തന്നെ പ്രതിക്കൂട്ടിലാക്കപ്പെടും. നമ്മൾ ജനങ്ങൾ സാധാരണക്കാർ തീർച്ചയായിട്ടും ഇന്ന ആളായിരിക്കും എന്ന് ഗസ് ചെയ്യുക മാത്രമാണ് ഇവിടെ ഒക്കെ തന്നെ സംഭവിക്കുന്നത്. ശരിക്കും ഇതുപോലുള്ള നായിക നടിമാർ വല്ലതും തുറന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേരടക്കം പറയാനുള്ള ആർജവമെങ്കിലും കാണിക്കണം. അതല്ലാതെ ഇതുപോലെ അവിടെയും ഇവിടെയും തൊടാതെ പല കാര്യങ്ങളും വിളിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു, ഈ ദിവസമാണ് സംഭവിച്ചത്, ഈ വർഷമാണ് സംഭവിച്ചത് എന്ന രീതിയിലൊക്കെ ഒരു തരത്തിലും ആർക്കും ഒരു ക്ലൂവും നൽകാത്ത രീതിയിൽ പറയുമ്പോൾ പല ആളുകളും അവർക്ക് ഇഷ്ടമുള്ള നായക നടന്റെ പേര് അവിടെ പരാമർശിക്കുകയും തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ അടക്കം പല ആളുകളും തെറ്റ് ചെയ്യാതെ ഇതുപോലെ ക്രൂശിക്കപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നത് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഒരുപാട് വർഷമായെന്നും ലഹരിയുടെ പേരിലാണ് തനിക്ക് ഈ അനുഭവം ഉണ്ടായതെന്നും ഒരുപക്ഷെ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരോടൊപ്പം ഇനി ഒരിക്കലും തന്നെ ഞാൻ അഭിനയിക്കില്ല എന്ന രീതിയിലും അവർ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നതും അതിനൊക്കെ ഉത്തരം പറയുന്നതും തീർച്ചയായിട്ടും ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്നതും. ഒരുപക്ഷെ ഇങ്ങനൊരു നായിക നടിയും കൂടി മലയാള സിനിമയിൽ ഉണ്ട് എന്ന് പല ആളുകളും അറിയുന്നത് ഇപ്പോഴായിരിക്കും. കാരണം അത്രത്തോളം കേൾവിയില്ലാത്ത ഒരു പേരാണ് ഒന്നോ രണ്ടോ ദിവസമായി സോഷ്യൽ മീഡിയയിൽ സജീവമായി വരുന്നത്. ഇങ്ങനെ പല ആളുകളും ഇതിന്റെ പേരിലൊക്കെ ഫേമസ് ആവാൻ വേണ്ടി ഇതുപോലെ മുമ്പോട്ട് വരുന്നത് കൊണ്ട് തന്നെ പല ആളുകളും പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജോജു ജോർജ് അടക്കം ഒരുപാട് ആളുകൾ ഇവരുടെ സിനിമയിൽ നായക നടന്മാരായി അഭിനയിച്ചിട്ടുണ്ട്. ഇവരോടൊക്കെയും തന്നെ പേരുകൾ പലപ്പോഴും പല ആളുകളും കമന്റ് ബോക്സിൽ അടക്കം അടയാളപ്പെടുത്തുകയും ഒക്കെയും തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പല നായികമാരുടെയും അവസ്ഥ എന്ന് പറയുന്നത് ശക്തമായ രീതിയിൽ സിനിമയിൽ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ തന്നെ തേടി എത്തുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും തന്നെ വിളിച്ചു പറയാതെ ആരെയും കുറ്റപ്പെടുത്താതെ മുമ്പോട്ട് പോവുകയും എന്നാൽ തനിക്ക് അവസരം കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ തന്നെ ആരും വിളിക്കുന്നില്ല എന്ന് വ്യക്തമാകുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള അപവാദ പ്രചരണങ്ങളുമായി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെയാണ് ഈ നായിക എന്നല്ല പറഞ്ഞു വരുന്നത്. പല ആളുകളും അങ്ങനെയും ചെയ്യാൻ മടിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും കോമഡിയായി മാത്രമാണ് തോന്നുന്നത്. ആ സമയങ്ങളിലൊക്കെ തന്നെ ആ സ്ത്രീ ഒരുപാട് പിരിമുറുക്കങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം തീർച്ചയായിട്ടും പല ആളുകളും വിചാരിക്കുന്നത് ഇതൊക്കെയും തന്നെ അവസരം കുറഞ്ഞതിൻ്റെ പേരിലാണ് ഇതുപോലെ വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നിറസാന്നിധ്യമാവാൻ പല കാര്യങ്ങളും പറയുന്നത് എന്ന രീതിയിൽ തന്നെ. എന്ത് തന്നെയായാലും ആരെങ്കിലും ഇതുപോലെ അതിക്രമം നേരിടുന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെച്ച് പ്രതികരിക്കാനും അവിടെ തന്നെ വെച്ച് ആളുകൾക്ക് അറിയിക്കുവാനുമുള്ള ധൈര്യമെങ്കിലും മിനിമം കാണിക്കണം. അതല്ലാതെ ആ സമയത്തൊക്കെ തന്നെ അത് സിനിമയെ ബാധിക്കും, അങ്ങനെ ആവും, എനിക്കൊരു പ്രശ്നമില്ല എന്ന രീതിയിൽ മുമ്പോട്ട് പോയിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ലെവലൊക്കെ ചേഞ്ച് ആയതിനു ശേഷം അവരൊക്കെ ഒരുപാട് മാറിയതിനു ശേഷം ഇതുപോലെ പുറത്ത് വന്ന് പല കാര്യങ്ങളും വിളിച്ച് പറഞ്ഞ് ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്നത് കൊണ്ട് സ്വയം പരിഹാസ്യമാവുക എന്നതൊഴിച്ച് മറ്റൊന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക.